भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയുടെ പുതിയൊരു ദിവസം ആരംഭിക്കുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് 10:30 മുതൽ 12:30 വരെ ഒരു പ്രഭാഷണം 35ാമത് ശ്രീമദ് ഭാഗവത ദ്വാദശ സപ്താഹ യജ്ഞത്തിൽ എറണാകുളം സത്സംഗം ചാരിറ്റബിൾസിൻ്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ശിവക്ഷേത്രത്തിന് സമീപം ഗ്രാമജന സമൂഹം ഹാളിലാണ് ഈ ഉള്ളവൻ്റെ പ്രഭാഷണം. 10:30 മുതൽ 12:30 വരെ ഭൂഗോള ജ്യോതിർഗോള വർണ്ണനം, അജാമിള മോക്ഷം, വൃത്രാസുര ചരിത്രം, ഇത്രയും ഭാഗങ്ങളാണ് അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തന്നിരിക്കുന്നത്. അപ്പോൾ ആരാധ്യനായ ഭാഗവത ഗുരുനാഥൻ ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ഈ സത്സംഗം നടക്കുന്നത്. 12 ഭാഗവതാചാര്യന്മാർ ഒരേ സമയം പാരായണം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ 3.5 പതിറ്റാണ്ടോളമായി ഈ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിച്ച് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ എറണാകുളം പരിസരത്ത് ഉള്ള ആളുകൾ കഴിയുമെങ്കിൽ ഈ സമയത്ത് അവിടെ വന്നാൽ പ്രഭാഷണം കേൾക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് നാം അനുസ്മരിച്ചു തുടങ്ങുന്നത് ഏകാദശ സ്കന്ധത്തിലെ 29ാമത്തെ അധ്യായത്തിലെ 6 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. 7ാമത്തെ ഭാഗവും ഒന്ന് സ്പർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് 7ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുകയാണ്. ഉദ്ധവൻ്റെ വളരെ വിശേഷമായിട്ടുള്ള ചോദ്യം 6 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു. ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നു,
ഇത്യുദ്ധവേനാത്യനുരക്തചേതസാ പൃഷ്ടോ ജഗൽക്രീഡനകസ്വശക്തിഭി ഗൃഹീതമൂർത്തിത്രയേശ്വരേശ്വരോ ജഗാദ സപ്രേമ മനോഹരസ്മിത. തന്നിൽ വലിയ ഭക്തിയും അനുരാഗവുമുള്ള ഉദ്ധവൻ ചോദിച്ചപ്പോൾ സത്വഗുണത്തിലൂടെ വിഷ്ണുവായും തമോ ഗുണത്തിലൂടെ മഹാദേവനായും രജോ ഗുണത്തിലൂടെ ബ്രഹ്മാവായും പല വേഷങ്ങൾ കെട്ടിയാടുന്ന ഈശ്വരന്മാരുടെ ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ സർവേശ്വരനായ ആ വാസുദേവൻ ഉദ്ധവനോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷത്തെ സൂചിപ്പിച്ചുകൊണ്ട് മനോഹരസ്മിത നല്ല പോലെ സുന്ദരമായി പുഞ്ചിരിച്ചും കൊണ്ട് പ്രേമത്തോടു കൂടി അവിടെ ഈ വിധത്തിൽ പറഞ്ഞു. ഭഗവാന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഭഗവാൻ പറയുകയാണ്, ഹന്ത തേ കഥയിഷ്യാമി മമ ധർമാൻ സുമംഗളാൻ യാൻ ശ്രദ്ധയാചരൻ മർത്യോ മൃത്യും ജയതി ദുർജയം. ദുർജയം മൃത്യും, ജയിക്കാൻ കഴിയാത്ത മൃത്യുവിനെ, മരണത്തെ. ആർക്കും മരണത്തെ ജയിക്കാൻ സാധിക്കില്ല, അല്ലേ? അപ്പോൾ ആ മരണത്തെ, ജയിക്കാൻ കഴിയാത്ത മരണത്തെ യാൻ ശ്രദ്ധയാ ആചരൻ, യാതൊന്നുകളെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന മർത്യ ജയതി, മർത്യൻ ജയിക്കുന്നു. സുമംഗളാൻ, ഏറ്റവും മംഗളകരമായ സുഖകരമായിരിക്കുന്ന മമ താൻ ധർമാൻ, എൻ്റെ ആ ധർമ്മങ്ങളെ തേ ഹന്ത കഥയിഷ്യാമി, അത് നിനക്കായിക്കൊണ്ട് സന്തോഷപൂർവം ഞാനിതാ പറയുന്നു എന്നാണ്. സുഖരൂപങ്ങളായിരിക്കുന്ന എൻ്റെ ധർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി ആചരിച്ചാൽ പരമദുഃഖമാകുന്ന മരണത്തിൽ നിന്ന് ജയിക്കാൻ സാധിക്കും. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം ഉദ്ധവ. ഈ ധർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി ആചരിച്ചാൽ മറ്റ് ഒരു ഉപായം കൊണ്ടും ജയിക്കാൻ സാധിക്കാത്ത ദുർജയം എന്ന് പറയപ്പെടുന്ന മരണത്തെയും ജയിക്കാനായിട്ട് സാധിക്കും. അത് പറഞ്ഞു തരാം എന്ന് അവിടെ പറയുകയാണ്. കുര്യാത്, എന്താണ് ധർമ്മങ്ങൾ? കുര്യാത് സർവാണി കർമാണി മദർത്ഥം ശനകൈസ്മരൻ മയ്യർപ്പിത മനശ്ചിത്തോ മദ്ധർമാത്മമനോരതി. മയി അർപ്പിത മനശ്ചിത്ത, എന്നിൽ സമർപ്പിക്കപ്പെട്ട സങ്കല്പ വികല്പങ്ങളോടും മദ്ധർമാത്മമനോരതി, എൻ്റെ ധർമ്മങ്ങളിൽ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും രതിയോടും ശനകൈ, മെല്ലെ മെല്ലെ സ്മരൻ, എന്നെ സ്മരിച്ചും കൊണ്ട് സർവാണി കർമാണി മദർത്ഥം കുര്യാൽ, എല്ലാ കർമ്മങ്ങളെയും എനിക്കായിക്കൊണ്ട് സമർപ്പിക്കണം. അതാണ് ധർമ്മം. മനോവ്യാപാരങ്ങൾ മുഴുവൻ എനിക്ക് സമർപ്പിക്കുക, എൻ്റെ ധർമ്മങ്ങൾ നടത്തുന്നതിൽ മനസ്സന്തോഷം ഉണ്ടാവുക, ആത്മാനന്ദം ഉണ്ടാവുക, എല്ലാം ഭഗവാന്റെ പ്രീതിക്കാണ് എന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി എല്ലാ പ്രവൃത്തിയും ചെയ്യുക. മനുഷ്യനായി പിറന്നു കഴിഞ്ഞാൽ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ 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 ബുദ്ധിമുട്ടാണ്, അല്ലേ? നമുക്ക് വെറുതെ ഇരിക്കാൻ, ചുമ്മാതിരിക്കുക എളുപ്പമല്ല. പഴയൊരു സ്വാമി തന്നെയുണ്ട്, ചുമ്മാതിരി സ്വാമി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. വെറുതെ ഇരിക്കുക. പക്ഷേ അങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. മനുഷ്യൻ്റെ മനസ്സെങ്കിലും ചലിച്ചു കൊണ്ടിരിക്കും, എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. അപ്പം അതുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യാതിരിക്കാൻ സാധിക്കില്ലെങ്കിൽ ഈ പ്രവൃത്തികളുടെ, ഈ കർമ്മങ്ങളുടെ ദോഷം നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ കർമ്മങ്ങളൊക്കെ എനിക്ക് വേണ്ടിയല്ല, ഭഗവാന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് സങ്കല്പം ചെയ്യും. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. മയ്യർപ്പിത മനശ്ചിത്തോ മദ്ധർമാത്മമനോരതി എന്നാണ്. കുര്യാൽ സർവാണി കർമാണി, എല്ലാം ഭഗവാനായിട്ട്, ഭഗവാൻ പറയണ എനിക്കായിട്ട് സമർപ്പിച്ചോളൂ. അതാണ് ഭാഗവത ധർമ്മം. നമ്മൾ ഈ സ്കന്ധത്തിൻ്റെ ആദ്യത്തിൽ നമ്മൾ കേട്ടു, കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ, എല്ലാം ഭഗവാനായിട്ട് സമർപ്പിക്കുക. പിന്നെ ദേശാൻ പുണ്യാനാശ്രയേത മൽഭക്തൈ സാധുഭിശ്രിതാൻ ദേവാസുരമനുഷ്യേഷു മദ്ഭക്താചരിതാനി ച. പിന്നെന്ത് ചെയ്യണം? മൽഭക്തൈ സാധുഭി ശ്രുതാൻ പുണ്യാൻ ദേശാൻ, എൻ്റെ ഭക്തന്മാരായ സജ്ജനങ്ങളാൽ
ശ്രിതാൻ ആശ്രയിക്കപ്പെട്ടതും പുണ്യാൻ പുണ്യപ്രദങ്ങളുമായിരിക്കുന്ന, അത് പുണ്യപ്രദങ്ങളായിരിക്കും, പുണ്യക്ഷേത്രങ്ങളിലേക്കാണ് ഭക്തന്മാർ ആശ്രയം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ ദേശാൻ സ്ഥലങ്ങളെയും ദേവാസുര മനുഷ്യേഷു ദേവന്മാർ അസുരന്മാരിൽ മനുഷ്യരിൽ ഇവരിലൊക്കെ മത്ഭക്താചരിതാനി ആശ്രയേത എൻ്റെ ഭക്തന്മാർ ആശ്രയിച്ച കർമ്മങ്ങളെ അവർ ചെയ്ത പ്രവൃത്തികളെ സ്വീകരിക്കണമെന്നാണ്. എൻ്റെ ഭക്തന്മാരായ സജ്ജനങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോയി താമസിക്കുക. ഭക്തന്മാരിരിക്കുന്നിടം എന്താവും? അത് പുണ്യസ്ഥലമായിട്ട് തീരും. ദേവന്മാരാകട്ടെ മനുഷ്യരാകട്ടെ അസുരരാകട്ടെ എൻ്റെ ഭക്തന്മാരായിരുന്ന ആളുകൾ മുഴുവൻ ചെയ്ത കർമ്മങ്ങൾ ചെയ്തോളൂ. ദേവന്മാരിൽ നമുക്ക് ബ്രഹ്മാവിൻ്റെ തപസ്സിന് മഹാദേവൻ്റെ തപസ്, അസുരന്മാരിൽ പ്രഹ്ലാദൻ്റെ ഭക്തി, മഹാബലിയുടെ ഭക്തി, മനുഷ്യരിൽ അംബരീഷിനെ പോലുള്ള ആളുകൾ, അങ്ങനെ ഓരോരുത്തരിലും ഭഗവത് ഭക്തന്മാർ എന്തൊക്കെയാണോ ചെയ്തത് അതിനെ നിരന്തരം ആശ്രയിക്കുക. പൃഥക് സത്രേണ വാമഹ്യം പർവയാത്രാമഹോത്സവാൻ കാരയേൽ ഗീതനൃത്യാദ്യൈർ മഹാരാജവിഭൂതിഭി. പൃഥക് പ്രത്യേകമായോ, സത്രേണവ സംഘമായിട്ടോ, ഗീതനൃത്യാദ്യൈ പാട്ട് കളി തുടങ്ങിയവയിലൂടെയോ, മഹാരാജവിഭൂതിഭി മഹാരാജാക്കന്മാരുടെ വിഭൂതികൾ കൊണ്ട്, പർവയാത്രാ മഹോത്സവാൻ എഴുന്നള്ളിപ്പ് ഉത്സവം തുടങ്ങിയവ ഒക്കെ മഹ്യം കാമയേൽ എനിക്കായിട്ട് ചെയ്യണം. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ഇന്ന പോലെ എന്നൊക്കെ പറഞ്ഞു. ഇനി കയ്യിൽ ധനമൊക്കെ ധാരാളം ഉണ്ടെങ്കിലോ, ശക്തി ഉണ്ടെങ്കിൽ, അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് നമുക്കുണ്ടെങ്കിൽ സ്വന്തം ചിലവിന്മേലും അല്ലെങ്കിൽ പരസഹായത്തെ ആശ്രയിച്ചിട്ടും, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഭാരവാഹികൾ വന്നും ഓരോ സ്ഥലത്ത് വന്നും സംഭാവന സ്വീകരിച്ച് ആ യജ്ഞം ഭംഗിയാക്കും. അപ്പം അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഭഗവത് കാര്യങ്ങൾ ഭംഗിയാവാൻ. ഇപ്പം സ്വന്തം ചിലവും കൊണ്ടും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ടും ഭജന നടത്തുക, നൃത്തങ്ങൾ, പുണ്യകാലങ്ങളിൽ വേണ്ട സമയത്ത് ഉത്സവങ്ങൾ, പ്രതിഷ്ഠാദിനം, ഉത്സവത്തിൻ്റെ ഇടയ്ക്ക് എഴുന്നള്ളിപ്പ്, ഇങ്ങനെ ഇതൊക്കെ തന്നെ ഭഗവത് പ്രീതിയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പം ജനങ്ങൾ ചക്രവർത്തിയെ ആദരിക്കുന്നത് പോലെ ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് അങ്ങനെ വേണമെന്നാണ്. ചക്രവർത്തി വരുമ്പോൾ എങ്ങനെയാണോ പ്രജകൾ സ്വീകരിക്കുക, അതേപോലെ ആനപ്പുറത്ത് ഭഗവാനെ കയറ്റി താളമേളങ്ങളോടെയും വാദ്യഘോഷങ്ങളോടെയും ആർപ്പുവിളികളോടെയും വായ്ക്കുരവയോടെയും നാമജപ സങ്കീർത്തനാദികളിലൂടെയൊക്കെ ഭഗവാനെ ആദരിച്ച് ഭഗവാനെ ആനയിച്ച് കൊണ്ടുവരണം. മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃതം ഈക്ഷേതാത്മനി ചാത്മാനം യഥാഘമമലാശയാ. സർവഭൂതേഷു ബഹി അന്തഃ ച സകല ഭൂതങ്ങളിലും സകജീവജാലങ്ങളിലും പുറത്തും അകത്തും, ബഹി അന്തഃ ച പുറത്തും അകത്തും, ആത്മനി ആത്മാവിലും, യഥാഘം ഘം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശം പോലെ അപാവൃതം ആവരണരഹിതനായി, ആത്മാനം മാം ഏവ ആത്മാവായിരിക്കുന്ന എന്നെ തന്നെ, അമലാശയ നിർമ്മലചിത്തനായി ഈക്ഷേത കാണണം. എല്ലാത്തിലും ഭഗവാനാണ് എന്ന തോന്നലുണ്ടാവണം എന്ന് ചുരുക്കം. സകല ചരാചരങ്ങളുടെയും അകത്തും പുറത്തും ഭഗവാനാണ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കണു ഭഗവാൻ. ഭഗവാൻ പറയുകയാണ്, അങ്ങനെയുള്ള എന്നെ തന്നെ ആത്മസ്വരൂപമായിട്ട് കാണണം. ആകാശം പോലെ ഞാൻ എല്ലാത്തിലും ഇരിക്കണു, എങ്കിലും ഒന്നിലും ചേർച്ചയില്ല തനിക്ക്. ശുദ്ധമായ ചിത്തം കൊണ്ടേ ഇത് അറിയാൻ സാധിക്കുള്ളൂ. രാഗാദി മാലിന്യങ്ങളുള്ള കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം തുടങ്ങിയ ഷഡ്രിപുക്കൾ ഉള്ളിടത്ത് ഭഗവാനെ അറിയാൻ സാധിക്കില്ല. ഈ സൂക്ഷ്മബോധം ഒരിക്കലും ഉറക്കില്ല, അതെന്നും ചഞ്ചലമായിട്ട് നിൽക്കും. അപ്പം അതുകൊണ്ട് ക്ഷേത്രാദികൾ സ്ഥാപിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി ഉത്സവാദികളൊക്കെ നടത്തി, എന്നാൽ ഇത് നമ്മളിൽ ആ സൂക്ഷ്മദർശനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്.
ഇത് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാൻ സാധിക്കണം. ഇവിടെ പറയുകയാണ്, സ്വതേ മനസ്സിന് കലക്കമില്ലാത്ത ആളുകൾക്ക്, ബുദ്ധിമുട്ട് ഇല്ലാത്തവർക്ക് ഈ സൂക്ഷ്മദർശനം ആദ്യമേ തന്നെ അനുഭവവേദ്യമാകും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ഭഗവാൻ തുടർന്നു പറഞ്ഞു, ഇതി സർവാണി ഭൂതാനി മദ്ഭാവേന മഹാദ്യുതേ സഭാജയൻ മന്യമാനോ ജ്ഞാനം കേവലമാശ്രിത. മഹാദ്യുതേ, നല്ല ദ്യുതിയോടുകൂടിയവൻ, നല്ല കാന്തിയുള്ളവൻ. ഭഗവാൻ ഉദ്ധവനെ വിളിക്കുകയാണ് മഹാദ്യുതയെ. ഇതി, ഇങ്ങനെ കേവലം ജ്ഞാനം, ഏകമായ അറിവിനെ ആശ്രയിച്ചവനായിട്ട് സർവാണി ഭൂതാനി, സകല ഭൂതങ്ങളെയും മദ്ഭാവേന, ഞാനെന്ന ഭാവത്തോടുകൂടി, എന്ന് വെച്ചാൽ ഭഗവാനാണ് എന്ന ഭാവത്തോടുകൂടി, മന്യമാനഹ, വിചാരിച്ചും കൊണ്ട്, സഭാജയൻ, ആദരിച്ചും കൊണ്ടും ഇരിക്കണം. അവിടെ പറയുകയാണ്, നിർമ്മലജ്ഞാനത്തെ ദ്യുതി, ആ നിർമ്മലജ്ഞാനത്തിൻ്റെ തെളിച്ചവും വെളിച്ചവുമുള്ള ആളാണ് ഉദ്ധവൻ. അതുകൊണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ തരത്തിൽ ഏകമായ അറിവിനെ തന്നെ ആശ്രയിച്ച് എല്ലാത്തിലും മിന്നിത്തിളങ്ങുന്ന ആത്മസ്വരൂപനായ ഭഗവാനാണ് എന്ന ദൃഢബോധത്തോടുകൂടി സകല ചരാചരങ്ങളെയും ഒരേപോലെ വിചാരിച്ച് ഒരേപോലെ ആദരിക്കണം. അതിൽ വലിപ്പ ചെറുപ്പം കാണാൻ പാടില്ല എന്നാണ്. എല്ലാം ഈശ്വരനാണ് എന്ന് ബോധ്യത്തിലേക്ക് എത്തുക. ഇതാണ് യഥാർത്ഥമായ ഭക്തി. എന്നിട്ട് ഭഗവാൻ അതിനൊരു ഉപമ പറഞ്ഞു. ബ്രാഹ്മണേ പുൽക്കസേ സ്തേനെ ബ്രഹ്മണ്യർക്കെ സ്ഫുലിംഗകെ അക്രൂരെ ക്രൂരകേ ചൈവ സമദൃക് പണ്ഡിതോ മതഃ. ആരാണ് പണ്ഡിതൻ, അറിവുള്ളവൻ, ഭക്തൻ? ബ്രാഹ്മണേ, ബ്രാഹ്മണനിൽ, പുൽക്കസേ, ചണ്ടാളനിൽ, സ്തേനെ, കള്ളനിൽ, ബ്രഹ്മണ്യേ, ബ്രാഹ്മണ ഭക്തനിൽ, അർക്കെ, സൂര്യനിൽ, സ്ഫുലിംഗകെ, തീപ്പൊരിയിൽ, അക്രൂരെ, ക്രൂരനല്ലാത്തവനിൽ, ക്രൂരകേച്ച ഏവ, ക്രൂരനിൽ, സമദൃക്, സമദൃഷ്ടിയുള്ളവൻ, പണ്ഡിത, വിദ്വാൻ എന്ന് മതഃ, സമ്മതിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങനെയുള്ളവരെയാണ് വിദ്വാൻ എന്ന് പറയുന്നത് എന്നാണ്. ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ സമഭാവനയാണ്. എല്ലാവരെയും ഒരേപോലെ കാണാറാവലാണ് ജ്ഞാനി. അപ്പം ഇവിടെ വിഷയരൂപേണ കാണപ്പെടുന്ന സകല വസ്തുക്കളിലും അതിൻ്റെ നാമത്തിലും രൂപത്തിലും ഭാവത്തിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും അതിൽ ചൈതന്യമായി നിൽക്കുന്നത് ഒരേ ഒരു ഈശ്വരനാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തുക. ഇതാണ് പരമമായ ജ്ഞാനം. കാരണം ആ ചൈതന്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ സത്ത് പോയി കഴിഞ്ഞാൽ, സദ്ഭാവം പോയാൽ, അല്ലേ, നമ്മൾ സത്തുപോയി എന്നുള്ളതാണ് പിന്നീട് ചത്തുപോയി എന്ന് പറയുന്നത്. നമ്മുടെ ഈ ശരീരം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ശരീരത്തിൽ ചൈതന്യമായി നിലനിൽക്കുന്ന ഭഗവാൻ വേണം. ആ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരിലും ഒരേ ഒരു ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞാൽ, ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സ്ത്രീ പുരുഷ ഭേദത്തിൻ്റെയും ഒന്നും ചിന്ത പണ്ഡിതനിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ഇപ്പം സകല വസ്തുക്കളിലും ഉള്ള ചൈതന്യം ഒന്ന് തന്നെയാണ്. ആ സ്വയം ജ്യോതിസിനെ, സ്വരാട്ട്, എല്ലാത്തിലും ആ ഭഗവാനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമഭാവന. നമുക്കിതിന് വിഘാതമായിട്ട് വരണ എന്താ? ജാതി, കർമ്മം, ഗുണം, ഇതുകൊണ്ടൊക്കെ ആളുകൾ സമമല്ല എന്ന് തോന്നും. പക്ഷെ ചണ്ടാളനിലും പരദ്രവ്യാദികൾ അപഹരിക്കുന്ന കള്ളനിലും ബ്രാഹ്മണനിലും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്ന ബ്രാഹ്മണ ഭക്തനിലും ശാന്തനിലും ക്രൂരനിലും തീപ്പൊരിയിലും സൂര്യപ്രകാശത്തിലും ഒരേപോലെ ഭഗവാനാണ് ഉള്ളത് എന്ന് സമദർശനം ഉണ്ടാവണം. ഇത് ആർക്കാണോ ഉണ്ടാവുന്നത് അയാളാണ് വിദ്വാൻ, അയാളാണ് പണ്ഡിതൻ, അയാളാണ് എൻ്റെ ഭക്തൻ എന്നാണ് എൻ്റെ നിശ്ചയം, എൻ്റെ മതം എന്ന് പറയുന്നു. മതം, അഭിപ്രായം. നരേഷ്വഭീക്ഷ്ണം മദ്ഭാവം പുംസോ ഭാവയതോ അചിരാൽ സ്പർദ്ധാസൂയാതിരസ്കാര സാഹങ്കാര വിയന്തി. നരേഷു അഭീക്ഷ്ണം, മനുഷ്യരിൽ എപ്പോഴും, മദ്ഭാവം,
ഭാവയതഃ, എൻ്റെ ഭാവത്തെ ഭാവിക്കുന്ന പുമാൻ്റെ സ്പർദ്ധാസൂയാ തിരസ്കാര, സ്പർദ്ധ, അസൂയ, നിന്ദ തുടങ്ങിയ ഭാവങ്ങൾ സാഹങ്കാര, അഹങ്കാരത്തോടുകൂടി അചിരാത് വിയന്തിഹി, ഉടനെ തന്നെ നശിക്കുന്നു. ഭഗവാൻ പറയുകയാണ്, അപ്പം എല്ലാ മനുഷ്യരിലും ചേതനാസ്വരൂപമായി ഞാനുണ്ട്. അത് ആ ചിന്ത മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പുരുഷൻ്റെ മാനസികമായ ദോഷവൃത്തികളാകുന്ന അസൂയ, നിന്ദ, സ്പർദ്ധ തുടങ്ങിയ എല്ലാ ദോഷങ്ങളും മാറി ക്ഷണത്തിൽ അത് നശിക്കുകയും സമന്മാരിൽ നിന്ദ, അല്ലേ, അങ്ങനെയാണ് പൊതുവിൽ, തന്നിൽ അഹംഭാവം, ഗുണവാന്മാരിൽ അസൂയ, ഇതാണ് പറഞ്ഞത് സ്പർദ്ധ, അസൂയ, നിന്ദ എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിൽ ഈ ദോഷവൃത്തികൾ ഇല്ലാതെയാവുക എന്നുള്ളത് പരമപ്രധാനമാണ് എന്ന് അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ 15ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 7 മുതൽ 15 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചത്. 16ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവത് വേദസാരം. അമൃതമുദധിതശ്ചാപായയൽ ഭൃത്യവർഗാൻ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി, കൃഷ്ണസംജ്ഞം നതോസ്മി, കൃഷ്ണസംജ്ഞം നതോസ്മി. ശ്രീകൃഷ്ണപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു വിവരം അറിയിക്കുക കൂടി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ചെറിയമ്മ മരണപ്പെട്ടു. അതേ തുടർന്നുള്ള പുല ആയതുകൊണ്ട് ഭാഗവത പാരായണവും പ്രഭാഷണവും ഇന്ന് വരെ ചെയ്തു വച്ചിരുന്നു, റെക്കോർഡ് ചെയ്തു വച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ കൂടി അയക്കാൻ സാധിക്കുന്നത്. ഇനി 10 ദിവസം ഭാഗവതം അറിയാൻ എന്ന ഈ അക്ഷരോപാസന ഉണ്ടായിരിക്കുന്നതല്ല. 18-ാം തീയതി അല്ലെങ്കിൽ 19-ാം തീയതി മുതലാണ് അത് പുനരാരംഭിക്കുക എന്ന് വിചാരിക്കുന്നു. അതുവരെയുള്ള 10 ദിവസങ്ങളിലായി മുമ്പ് ചെയ്ത, പലയിടത്തായി ചെയ്ത ഭാഗവത പ്രഭാഷണങ്ങൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഭഗവാന്റെ സങ്കല്പമായിട്ട് തിരിച്ചറിയണു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ആരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം.
കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ
പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.